Hi, my dear beautiful souls. Welcome back to my YouTube channel. ഞാൻ നിസ്മാമിർ, ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. വെറും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കൂ? യെസ്, സാധിക്കും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എന്നാൽ സിമ്പിളുമായ 777 ടെക്നിക്കാണ്. എന്താണ് ഈ 777 ടെക്നിക്? 777 ടെക്നിക് എന്നത് ഒരു ജേണൽ ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. 7 ദിവസം 7 പ്രാവശ്യം രാവിലെയും 7 പ്രാവശ്യം രാത്രിയും നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ അങ്ങനെ സിമ്പിളായിട്ട് എടുക്കരുത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മെത്തേഡാണ്. രാവിലെയും രാത്രിയും എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണല്ലേ. ആ ഒരു ടൈമിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് വഴി, നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കുന്നത് വഴി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹത്തിൻ്റെ വിത്ത് പാകുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ 777 ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പറയുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ട് നമ്മൾ 7 എന്ന നമ്പർ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പല മെത്തേഡ്സും കണ്ടിട്ടുണ്ടല്ലേ. 33x3, 11x11, 55x5 അങ്ങനെ. ആ ഓരോ ടെക്നിക്സിനും അതിൻ്റേതായ പവർ, ആ നമ്പറുകളുടെ പവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ടെക്നിക്സ് എന്താണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് 7 എന്ന നമ്പർ പവർഫുൾ ആകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഇതിനുള്ള ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 7 എന്ന നമ്പർ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നമ്പറാണ്. 7 എന്ന നമ്പർ ഡിവൈൻ പെർഫെക്ഷൻ, അലൈൻമെൻറ്റ്, കംപ്ലീഷൻ, ലക്ക് എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ 7 എന്ന ഈ നമ്പർ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചശക്തിയോടും ഡിവൈൻ ടൈമിങ്ങിനോടും അലൈൻമെൻറ്റിൽ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 777 ടെക്നിക്ക് വളരെയധികം എനർജറ്റിക്കലി പവർഫുൾ ആകുന്നത്. ഇനി ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അറ്റ് എ ടൈം ഒരുപാട് ആഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കരുത്. അതിന് പകരം ഏതെങ്കിലും ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ തിരഞ്ഞെടുത്ത് അതിന് വേണ്ടിയിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിന് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. ചില ആഗ്രഹങ്ങൾ നമുക്ക് ചിലത് നേടിക്കഴിയുമ്പോൾ മറ്റാഗ്രഹങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം അറ്റ് എ ടൈം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക. ഈ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ പ്രാക്ടീസുകൾ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് അത് നടന്നതായി സങ്കല്പിച്ച് ഒരു പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ തയ്യാറാക്കുക. അതായത് ഇപ്പോൾ എനിക്ക് ഒരു 15,000 രൂപ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 15,000 രൂപ ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം ആ ഒരു അഫർമേഷൻ തയ്യാറാക്കാനായിട്ട്. അല്ലെങ്കിൽ എനിക്കൊരു ഡ്രീം ജോബാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡ്രീം ജോബ് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ തയ്യാറാക്കാനായിട്ട്. ഇതിനകത്ത് നമ്മൾ എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം അതിൽ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് മോർണിംഗ് റിച്വലാണ്. നമ്മൾ എഴുന്നേറ്റ ഉടനെയുള്ള സമയം എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുക. ആ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് പതിയുകയും നമ്മുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സമയം തന്നെ നമ്മളുടെ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. ആ സമയത്ത് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ നിങ്ങളുടെ ജേണലിൽ 7 തവണ എഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും അത് വിശ്വസിച്ചുകൊണ്ട് ഫീൽ ചെയ്ത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്.
നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഓരോ തവണ നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീല് നിങ്ങൾക്ക് താനേ വന്നോളും. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ഈവനിങ് റിച്വലാണ്. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ സമയമാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള സമയവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ സമയവും വളരെയധികം പവർഫുള്ളാണ്. ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം തന്നെ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജേർണലിൽ സ്റ്റെപ്പ് നമ്പർ 3 പറഞ്ഞ പോലെ തന്നെ സെയിം അഫർമേഷൻ സെയിം രീതിയിൽ തന്നെ എഴുതുക. ഓരോ തവണ അത് എഴുതുമ്പോഴും നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് ഫീൽ ചെയ്ത് തന്നെ എഴുതുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് നിങ്ങളിത് തുടർച്ചയായി 7 ദിവസം ചെയ്യുക. ഒരു ദിവസം പോലും മുടക്കരുത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്ന് ചെയ്തു നാളെ ചെയ്യാണ്ടിരുന്നിട്ട് മറ്റൊന്ന് ചെയ്തത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. തുടർച്ചയായിട്ട് 7 ദിവസം കറക്റ്റായിട്ട് ഇത് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമ്മളുടെ മാനിഫെസ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കൂടുതൽ വേഗത്തിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അഥവാ നിങ്ങളുടെ ഒരു ദിവസം സ്കിപ്പായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡേ 1 തൊട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇനി മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ തവണ അഫർമേഷൻസ് എഴുതുമ്പോഴും നിങ്ങൾ മാക്സിമം ആ ഇമോഷൻസ് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എഴുതുമ്പോൾ വിഷ്വലൈസ് ചെയ്യാനും ശ്രമിക്കുക. പിന്നെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷന് ശേഷം നിങ്ങളുടെ ആഗ്രഹം നടന്നതായി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് എത്ര അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഡൗട്ട് വരാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ആഗ്രഹം നടന്നതായി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂട്ടുകയും വേഗത്തിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓരോ വേർഡ്സും വളരെയധികം പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി പറയുന്നതും ഫീലിങ്സോടു കൂടി എഴുതുന്നതുമായ എല്ലാ വാക്കുകളും നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ്. ഈ ഒരു പ്രാക്ടീസ് മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനിലെ ഏതൊരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനോട് അത്രയും കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അതിനുള്ള റിസൾട്ട് എന്തായാലും ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയാണോ ആ ശക്തി നിങ്ങൾക്ക് തീർച്ചയായും കൊണ്ടു തന്നിരിക്കും. നിങ്ങൾ ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.